വെൽക്കം ബാക്ക് ടു ഡെയിലി അപ്ഡേറ്റ്സ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് കോഴിക്കോട് നടന്ന സംഭവം വളരെയേറെ സന്തോഷം തന്നു എന്ന് തന്നെ പറയാം. കോഴിക്കോട് ഒരു വിഭാഗത്തിൻ്റെ സമ്മേളനമോ മീറ്റിങ്ങോ എന്തോ നടക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ ഇടപെട്ടിട്ട് കൃത്യമായി അതിനെ പൊളിച്ചടിക്കുന്നു തന്നെ പറയാം. വിഭാഗത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരറ്റത്തുനിന്ന് മരണത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ അക്യുപഞ്ചർ എന്ന് പറയുന്ന സംഭവം. അക്യുപഞ്ചർ എന്ന് പറയുന്നത് തികച്ചും അശാസ്ത്രീയപരമായ ഒരു സംഭവമാണ്. അതിൽ വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. അശാസ്ത്രീയപരമായി ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറേ സംഭവങ്ങളെക്കുറിച്ച് വെറുതെ പ്രഖ്യാപനങ്ങളും ചെയ്യുകയാണ് ഈ ഒരു വിഭാഗം. പ്രത്യേകിച്ച് ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പിന്നിൽ പോകുന്നത് മുസ്ലിം സമുദായമാണ്. ഇതിലേതോ ഒരു ഉസ്താദ് ഇതിൽ കാര്യമായി ഇതിൽ പങ്കെടുക്കുന്നു, ഇതിൽ കാര്യമായി പ്രവർത്തിക്കുന്നു. ഇതൊരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായി പ്രവാചകൻ ചെയ്തു വന്ന രീതിയാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇതിലേക്ക് ആളെ കൂട്ടുന്നത്. അംഗീകരിക്കാൻ പറ്റുന്ന അലോപ്പതി മാത്രമേ ഉള്ളൂ. എന്തിനും ഒരു സൊല്യൂഷൻ നമുക്ക് അറ്റ്ലാസ്റ്റ് ഏതൊക്കെ നമ്മൾ ആയുർവേദത്തിൽ പോയാലും ഹോമിയോപ്പതിയിൽ പോയാലും അറ്റ്ലാസ്റ്റ് നമ്മൾ വന്നെത്തുന്നത് അലോപ്പതിയിലാണ്. ഇതിലാണ് കൃത്യമായ പഠനങ്ങൾ നടക്കുന്നത്, കൃത്യമായ റിസർച്ച് നടക്കുന്നത്. എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്യൂർ ആവുന്ന കേസുകളുണ്ട്. ഇപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിലും മരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള ആയുർവേദത്തിൽ അതിൻ്റെ മരുന്നിൻ്റെ കണ്ടൻറ്റ് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമുക്കറിയാം. അതുപോലെ തന്നെ ഹോമിയോപ്പതി അതും അന്വേഷിച്ച് വരുമ്പം അതിൻ്റെ മെഡിസിൻസ് എന്ന് പറയുന്നത് മെറ്റൽ ഡൈലോട്ട് ചെയ്തത് ആണ് അവരെന്ത് ചെയ്തത്, ലിക്വിഡ് രൂപത്തിൽ അവർ തന്നെ നമ്മുടെ ഈ ഈ ഗുളികയിൽ ഇറ്റിച്ച് കൊടുക്കുന്ന സംഭവം അതും നമ്മുടെ ബോഡിക്ക് പ്രശ്നം തന്നെയാണ്. ഇവർ യൂസ് ചെയ്യുന്ന നീഡിലിൽ പോലും പ്രശ്നമുണ്ടെന്നുള്ളതാണ്. ഇവർ യൂസ് ചെയ്യുന്ന നീഡിൽ ബാക്കിയുള്ളവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് കേസ് വേറൊരു ഡോക്ടർ നമ്മളോട് പറഞ്ഞതാണ്. അതായത് എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ വരെ പകരാൻ ചാൻസ് ഉണ്ട്, പകർന്നിട്ടുമുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൻ്റെ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.